ഇതൊരു കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അതിനൊരു കമ്മിറ്റി മിനി ആൻ്റണി എന്നുള്ള സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയാണത്. ആ കമ്മിറ്റി ആ പാട്ട് നിരാകരിച്ചു. പാട്ട് നിരാകരിച്ചതിനെ തുടർന്ന് നമ്മൾ വേറെ ചില ആളുകളെ സമീപിച്ചു. ഹരിനാരായണൻ ഈ പാട്ട് എഴുതാറില്ല. മൂന്നാല് പേർക്ക് എഴുതിയിരുന്നു. അതിൽ ഹരിനാരായണൻ്റെ പാട്ടാണ് ചില തിരുത്തുകൾ നിർദ്ദേശിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. അത് സ്വീകരിച്ചു എന്ന് ആത്യന്തികമായിട്ട് എനിക്ക് പറയാനാവില്ല. കാരണം അതിന് സംഗീതം കൂടി നൽകിയ ശേഷം വേണം ഒരു ആത്യന്തികമായ അംഗീകാരം ലഭിക്കാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ഉത്സവ തിരക്കുകൾ വന്നതുകൊണ്ട് അതല്പം നീണ്ടുപോയി. അപ്പോൾ ഉടനെ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം ഹരിനാരായണനെയും ബിജിബാലിനെയും വിളിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ഇരുന്ന് അതിലൊരു മ്യൂസിക് കൊടുത്ത് അത് ഈ കമ്മിറ്റിയുടെ മുമ്പിൽ സമർപ്പിക്കുകയും ആ കമ്മിറ്റി അത് അംഗീകരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അതിൻ്റെ ടെക്സ്റ്റ് മിക്കവാറും അംഗീകരിക്കുകയും അതിൽ വരുത്തേണ്ട ചെറിയ ചില മാറ്റങ്ങൾ അവർ നിർദ്ദേശിച്ച് ഹരിനാരായണൻ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഈ സംഗീതം ചേർത്ത് ആ പാട്ട് ഈ കമ്മിറ്റിയുടെ മുമ്പിൽ വയ്ക്കണം. അവരത് കാരണം അതിൻ്റെ ട്യൂണും പ്രധാനമാണ്. എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒന്നായിരിക്കണം എന്നുള്ളതാണ്. പാട്ട് എനിക്ക് വളരെ നന്നായിട്ട് തോന്നി കവി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ട് പൊതുവേ അംഗീകരിക്കപ്പെട്ടില്ല. ഒരാളും കമ്മിറ്റിയിലെ ഒരാൾക്കും അത് അംഗീകാരയോഗ്യമായിട്ട് തോന്നിയില്ല. അതിന് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം യുവാക്കളായ പാട്ടെഴുത്തുകാരെ ചിലർ സമീപിച്ചു. അതിൽ പലരും പിന്നീടും പല ഗാനങ്ങളും ഞങ്ങൾക്ക് കിട്ടി. എല്ലാ ഗാനങ്ങളും പരിഗണിച്ചു. ആദ്യം 200 ഗാനങ്ങൾ വന്നിരുന്നു. അതിനു മുമ്പ് ഇതിനൊരു വലിയ നീണ്ട ചരിത്രമുണ്ട്. ഞങ്ങൾ ചാർജ് എടുക്കുന്നതിന് മുമ്പേ ആരംഭിച്ചതാണ്. ഒരിക്കൽ എല്ലാ പാട്ടുകളും തള്ളിക്കളഞ്ഞാണ് 200-300 പാട്ടുകൾ. അതിന് ശേഷമാണ് ശ്രീകുമാരൻ തമ്പിയോട് എഴുതാം എന്നുള്ള തീരുമാനം ഒരു കമ്മിറ്റിയിൽ എടുത്തതാണ്. അപ്പോൾ അദ്ദേഹത്തോട് എഴുതാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാട്ടും കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ചു. അപ്പോൾ അതും അവർക്ക് സമ്മതമായില്ല. മറ്റാരെങ്കിലും സമീപിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ക്ഷണിച്ചു. വീണ്ടും കുറേ പാട്ടുകൾ വന്നു. അതിൽ ഈ ഹരിനാരായണൻ്റെ പാട്ടാണ് കൂടുതൽ നന്നായിട്ട് തോന്നിയത്. അതിൻ്റെ സംഗീതം ഇനിയിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അത് ഇന്നലെ തന്നെ അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ബിജി ബാലിനെയും അത് ഹരിനാരായണനെ സജസ്റ്റ് ചെയ്തതാണ്. അവരൊന്നിച്ച് വർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ബിജി ബാലിനെയും ഹരിനാരായണനെയും ഒന്നിച്ചിരുത്തി അതിന് സംഗീതം കൊടുത്തിട്ടുള്ള പാട്ട് വീണ്ടും ഈ കമ്മിറ്റിയുടെ മുമ്പിൽ. ഞങ്ങളുടെ ഈ ഒരു സർക്കാർ സംഘടനയുടെ ഒരുപാട് പരാധീനതകളുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിന് മുമ്പിൽ വെച്ച് അംഗീകാരത്തിന് വേണ്ടി വയ്ക്കും. അത് അംഗീകരിക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അവർ രണ്ടുപേരും ഒന്നിച്ച് നല്ലോണം വർക്ക് ചെയ്യുന്നവരാണ്. ഇത് നമ്മൾ പറയുന്നുണ്ട് എല്ലാവർക്കും. കാരണം അത് ഇപ്പോൾ സ്കൂളുകളിലോ കോളേജുകളിലോ ആർക്കും നമ്മളിപ്പോൾ ജനഗണമനയൊക്കെ പാടുന്ന പോലെ എല്ലാവർക്കും പാടാൻ പറ്റുന്ന വളരെ ലളിതമായ രീതിയിലുള്ള ഒരു ട്യൂൺ ചെയ്ത് അത് ഒട്ടും താമസിയാതെ തന്നെ അതുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു കാര്യം അതായിരിക്കും. അതിനുള്ള സംഗീതം കൊടുക്കുക, അത് കമ്മിറ്റിയുടെ മുമ്പിൽ വയ്ക്കുക. അത് അംഗീകരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൽ എം ലീലാവതി, എം ആർ രാഘവ വാര്യർ അങ്ങനെയുള്ള ആളുകളാണ് അതിലുള്ളത്.